നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറക്കൽ കുറുമ്പിലാവ് ക്ഷേത്രത്തിൽ മോഷണം. നാട്ടിക ബീച്ച് നവീകരണം വേഗത്തിലാക്കുമെന്ന് CC മുകുന്ദൻ MLA. അന്തിക്കാട് ആശുപത്രി റോഡിലെ കുഴിയിൽ വീണ് ഉമ്മയ്ക്കും മകൾക്കും പരിക്ക്. വാർത്തകൾ വിശദമായി. പെരുവനം ക്ഷേത്രത്തിന്റെ കീഴേടമായ കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്ന നിലയിലാണ്. കൂടാതെ കൗണ്ടറിന്റെ വലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ട പണം എത്രയെന്ന് വ്യക്തമായിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ബജറ്റിൽ 2 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം വേഗത്തിലാക്കാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് CC മുകുന്ദൻ MLA നിർദ്ദേശം നൽകി. ആദ്യഘട്ടം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയതായും എസ്റ്റിമേറ്റ് 2 മാസത്തിനുള്ളിൽ തയ്യാറാക്കി സർക്കാരിൽ ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ കഴിയുമെന്നും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ് പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റണമെന്നും സന്ദർശനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു. ഇതിനായുള്ള ചർച്ചകൾ നടന്നുവരുന്നതായും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും DTPC സെക്രട്ടറി വിജയ് രാജ് അറിയിച്ചു. നിലവിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാതെ നവീകരിക്കുന്നതിനും പുതിയ ആധുനിക രീതിയിലുള്ള ബീച്ച് പാർക്ക് നിർമ്മാണവുമാകും എസ്റ്റിമേറ്റിൽ തയ്യാറാക്കുക. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകുമെന്നും ജനപ്രതിനിധികളും ടൂറിസം ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെസ്റ്റിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും MLA പറഞ്ഞു. MLAയോടൊപ്പം സന്ദർശനത്തിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ്, DTPC സെക്രട്ടറി വിജയ് രാജ്, അസിസ്റ്റന്റ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ശാരിക, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോഷ് ആനന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR ദാസൻ, നികിത P രാധാകൃഷ്ണൻ, ഗ്രീഷ്മ, സുഖിലേഷ് എന്നിവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലപ്പാടം പ്രദേശങ്ങളിലുള്ള നമ്മുടെ കടലോര മേഖലയിൽ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന ആലോചന അടിസ്ഥാനത്തിൽ തുടക്കം എന്ന നിലയിൽ നമ്മുടെ നാട്ടിക ബീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായ ഫണ്ട് നീക്കിവെക്കാൻ തീരുമാനമുണ്ടായിരുന്നു. തീരുമാനമുണ്ടാകാനുള്ള കാരണം ഒരുപാട് പരാതികളാണ് ഈ പ്രദേശത്ത് ഉയർന്നു വരുന്നത്. പ്രഖ്യാപനങ്ങളെന്നല്ലാതെ വേറെ ഒന്നും നടക്കുന്ന സാഹചര്യം ഇല്ല. അപ്പോൾ പണിതിട്ട സാധനങ്ങൾ തന്നെ കൃത്യത ആൾക്കാർ വരാനോ പോകാനൊന്നും യാതൊരു നടപടിയും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുന്നില്ല. മോശമായിട്ട് പറയുന്നുണ്ട്, കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതി പോലെ. പക്ഷെ അങ്ങനെയില്ലാതെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഫണ്ട്, നമ്മൾ ചെറിയൊരു ഫണ്ടാണ് മാറ്റിവെക്കുന്നത് ആദ്യം ആലോചിച്ചത്. പക്ഷെ പോരാ, എന്നാൽ പണി പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള 2 കോടി രൂപ നമ്മുടെ ഈ ബഡ്ജറ്റ് 24 വർഷത്തിലും അത് 24-25 വർഷത്തിലുള്ള ബഡ്ജറ്റുകളിൽ നമ്മൾ ടോക്കൺ മണി വെച്ചിട്ടുണ്ട്. ഇത് ടോക്കൺ മണി വെച്ചാൽ അനാഥമായിട്ട് ഇത് വീണ്ടും പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവുള്ളൂ. ടോക്കൺ മണി നമ്മുടെ സർക്കാരിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ടൂറിസമായി പെട്ടെന്ന് അതുവരെ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം പോകുന്ന ആവശ്യമായി നടപടി. അന്തിക്കാട് സർക്കാർ ആശുപത്രി റോഡിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴിയിൽ വീണ് ഉമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. താന്യം സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് അലിയുടെ ഭാര്യ റംലത്ത്, മരുമകൾ അംനാം നിസാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പകൽ 11-നായിരുന്നു അപകടം. ഉമ്മയെ അന്തിക്കാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ ഇരുചക്ര വാഹനത്തിൽ മരുമകൾ കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടം. ഞാനും ഉമ്മയും കൂടെ രാവിലെ ഈ ആശുപത്രിയിലോട്ട് കൂടെ പോകുമ്പോൾ അവിടെ കുറേ കരിങ്കല്ല് പോലത്തെ കല്ലുകൾ കണ്ടിട്ട് ഞാൻ വണ്ടി കൂടെ ഒതുക്കിയതാ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഗട്ടറിൻ്റെ കൂടെ ആ ഗട്ടറിക്ക് ഞങ്ങൾ വീണു. അപ്പോൾ എൻ്റെ വണ്ടി ശരി ഉമ്മ തണ്ടലടിച്ച് വീഴുകയും ചെയ്തു. എനിക്ക് കാലുമ്മ ഒരു ചെറിയൊരു ഇത് പറ്റി. എന്നിട്ട് നേരെ ഉമ്മനെ ഓട്ടോയിലാണ് അന്തിക്കാട് ആശുപത്രിയിൽ എത്തിച്ച്. ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അവിടുന്ന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. MLAയുടെ വീട്ടിലേക്ക് തിരിയുന്നതിന്റെ സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. എതിരെ വാഹനം വന്നതോടെ വാഹനം നിയന്ത്രിക്കാൻ കാലുകുത്തിയ ഇവർ ചെളിക്കുണ്ടിലേക്ക് പതിക്കുകയായിരുന്നു. സമീപവാസികൾ ഓടിയെത്തി അടുത്ത വീട്ടിൽ നിന്നും വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ചെളിയിൽ കുതിർന്ന വസ്ത്രങ്ങൾ മാറ്റിയാണ് ഇവർ ആശുപത്രിയിലെത്തിയത്. റംലത്തിന് തണ്ടലിനും കൈകാലുകൾക്കും പരിക്കുണ്ട്. അമ്നുവിന്റെ കാലിന് നിസ്സാര പരിക്കേറ്റു. അന്തിക്കാട് ആശുപത്രിയിലെത്തിച്ച ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി.
മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെയും CC മുകുന്ദൻ MLAയുടെയും വീടുകളിലേക്ക് പോകുന്ന റോഡും പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗവുമാണ് ഈ റോഡ്. ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുന്നതുമൂലം നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മറ്റും ഇത്തരം കുഴിയിൽ വീണ് പരിക്കേറ്റതായി സമീപവാസികൾ പറയുന്നു. പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നൽകിയതായും അപകട വിവരം അന്തിക്കാട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുങ്ങോട്ടുകര മൂന്നുംകുടിയ സെന്ററിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് ഭാരവാഹികളായ ആൻഡോ തൊറയൻ, KN വേണുഗോപാൽ, CR രാജൻ, വിനയൻ കൂനമ്പാട്ട്, കോൺഗ്രസ് നേതാക്കളായ T ഫാറൂഖ്, ബെന്നി തട്ടിൽ, ഹബീബുള്ള കിഴിപ്പള്ളിക്കര, ഗോപാലകൃഷ്ണൻ, ആഷിഖ് ജോസ്, സലീഷ് കരിപ്പാറ, വിനോഷ് വടക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു. ഭരണപക്ഷത്തിൻ്റെ MLA തന്നെ പത്രസമ്മേളനം നടത്തി ഈ നാട്ടിലെ ക്രമസമാധാന പാലനം ചുമത്തുന്ന ADGPക്കെതിരെയും സൂപ്രണ്ട് ഓഫ് പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, ഗുണ്ടാത്തലവനെന്ന് നിർദ്ദേശിക്കുന്ന, ക്രിമിനൽ എന്ന് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പത്രസമ്മേളനങ്ങളാണ് നമ്മൾ ഈയിടെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം 5 ദിവസമായി എന്നിട്ട് പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഒരു അക്ഷരം പോലും ഉരിയാടാതെ, ഒരക്ഷരം പോലും പറയാതെ മൗനം തുടർന്നുകൊണ്ടിരിക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നു. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSുമായി നടത്തിയ ഗൂഢാലോചനയ്ക്കെതിരെയും ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CS മണികണ്ഠൻ, TV ഷൈൻ, PK നന്ദനൻ, PC ജയബാലൻ, മധു അന്തിക്കാട്ട്, ബിന്ദു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു അധികാര കസേരയ്ക്ക് വേണ്ടി തന്റെ കുടുംബത്തിന്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി സംഘപരിവാറുമായി ഒത്തുതീർപ്പ് എഗ്രിമെന്റിൽ ഒപ്പിടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ സമരം. ഇതൊരു ധാർമ്മിക സമരമാണ്. ഈ സമരത്തിൽ കോൺഗ്രസുകാർ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ മതേതരത്വവും ജനാധിപത്യവും ഇനിയും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിലെ തന്നെ CPI പോലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടന്നു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. VG അശോകൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VG സുശീൽ ഗോപാലൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് റോബിൻ വടക്കേത്തല, PT ജോൺസൺ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടോളി വിനീഷ്, സോമൻ വടശ്ശേരി, CN പ്രഭാകരൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, സ്റ്റീഫൻ നീലങ്കാവിൽ, സത്യൻ കളരിക്കൽ, VV ജോൺസൺ എന്നിവർ സംസാരിച്ചു. അങ്ങ് ഡൽഹിയിൽ ഡീലുണ്ടാക്കി പിണറായി വിജയൻ RSSുമായി സംസാരിച്ചു. ഇത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, അതിനു മുമ്പ് പറഞ്ഞു, ഒരു വലിയ ഡീലിംഗ് ഇതായി സംസാരം നടക്കാൻ പോകുന്നു. അന്ന് പലരും അതിനെ പുച്ഛിച്ചു തള്ളി. ഇന്നതാ സത്യമായി പരിണമിച്ചിരിക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കലിലൂടെ ഈ തൃശ്ശൂർ പാർലമെന്റ് സുരേഷ് ഗോപിക്ക് നൽകുന്നതിന് വേണ്ടി ഡൽഹിയിൽ ഉണ്ടാക്കിയ പിണറായി വിജയന്റെ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് വാസ്തവം ഇന്നതാ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മാഫിയ ഭരണത്തിനെതിരെ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KB രാജീവ് നേതൃത്വം നൽകി. മുൻ മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ E രമേശൻ, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ്, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AS വാസു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് എന്നിവർ സംസാരിച്ചു. ബാലഗോപാൽ നല്ലയിൽ, EI ആൻഡോ, V ഉണ്ണികൃഷ്ണൻ, U നാരായണൻകുട്ടി, സുനിൽ കരുവത്ത്, CD പ്രഹ്ലാദൻ, ബാലകൃഷ്ണൻ പുറക്കോട്ട്, രാമചന്ദ്രൻ,
യോഹന്നാൻ പാറേക്കാട്ട്, സന്തോഷ് വൈലപ്പുള്ളി, രാഹുൽ പാടൂർ, സനജ് താണിയത്ത്, രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. സ്കൈഫോണിൽ ഓണം മെഗാ ഓഫർ പെരുമഴ. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഓരോ പർച്ചേസിലും നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫർ സമ്മാന പെരുമഴ. ഓപ്പോ ഓണം സ്പെഷ്യൽ ഓഫർ. റെഡ്മി ഓണവിസ്മയം 0% EMI സൗകര്യം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം. സാംസങ് ഫോണുകൾക്ക് സാംസങ് ഫിനാൻസ് പ്ലസ് സൗകര്യം. പഴയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. റീസണബിൾ പ്രൈസ്. സെയിൽസ് ആൻഡ് സർവീസിംഗ്. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ രണ്ടിടത്തായി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നടന്നു. എടത്തിരുത്തി കുടുംബശ്രീയുടെ ചന്ദ്രാപിന്നി തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ശ്രീദേവി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK ഫൽഗുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ചന്ദ്രാപിന്നി ബാങ്ക് പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണച്ചന്തയുടെ ആദ്യ വിതരണം മുൻ CDS ചെയർപേഴ്സൺ ഐഷാബിക്ക് മഞ്ജുള അരുണൻ കൈമാറി. CPM തളിക്കുളം പുത്തൻതോട് ബ്രാഞ്ചിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നിന്ന മുതിർന്ന സഖാക്കളെ ആദരിച്ചു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPM പുത്തൻതോട് ബ്രാഞ്ച് സമ്മേളനത്തിൽ TV ശ്രീധരൻ, EP മുരളീധരൻ, ബേബി ഗോപി, അബൂബക്കർ അമ്പലത്ത്, ചന്ദ്രശേഖരൻ, നിർമ്മല ചന്ദ്രശേഖരൻ, സരസ്വതി പ്രഭാകരൻ, രവീന്ദ്രൻ എരണേഴത്ത്, വിലാസിനി, യുവസംരംഭകൻ ഷാൻ വേണുഗോപാൽ എന്നിവരെയാണ് ആദരിച്ചത്. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ TK സുഭാഷ് അധ്യക്ഷനായി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KR സീത, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EPK സുഭാഷിതൻ, ലോക്കൽ കമ്മിറ്റി അംഗം KR ഗോകുലൻ, ബ്രാഞ്ച് സെക്രട്ടറി TK വിമല എന്നിവർ സംസാരിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ 5ാം വാർഡിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട 20 അംഗങ്ങൾക്ക് ഓണക്കിറ്റുകളുടെ വിതരണം നടത്തി. കോളേജ് പ്രിൻസിപ്പാൾ ജയ PS-ന്റെ അധ്യക്ഷതയിൽ കോളേജിലെ ഗുരുമണ്ഡപത്തിന് മുൻവശത്ത് കൂടിയ യോഗം 5ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി ഉദ്ഘാടനം ചെയ്തു. കോളേജ് RDC പ്രസിഡന്റ് PK പ്രസന്നൻ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. IQAC കോർഡിനേറ്റർ ഡോക്ടർ ശങ്കരൻ KK, PTA അംഗം സുബില, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രമ്യ VK, ബബിത BN, NSS വോളണ്ടിയറായ ദേവിക ദിലീപ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ NSS യൂണിറ്റ്
നമ്മുടെ കോളേജിലെ NSS യൂണിറ്റിൻ്റെ ഓണത്തിനായിട്ടുള്ളൊരു കിറ്റ് സന്തോഷത്തിൻ്റെ എല്ലാ നാടൊട്ടുക്ക് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ ഒരു സന്തോഷം അവരെല്ലാവരും കൂടി ഒത്തുകൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു കർമ്മം മാത്രമാണ് എനിക്കതിലുള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽ ഞാനത് ചെയ്തതാണ്. ഇവർ തന്നെ എല്ലാവരും വിളിച്ച് എല്ലാവർക്കും ഒരു ഓണപ്പുടവയൊക്കെ കൊടുത്ത് വളരെ സന്തോഷമുള്ളതാണ്. മുറ്റിച്ചൂർ വടക്കുമുറിദേശത്തെ ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റിയുടെയും ഗുരുകുലം ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ഗുരുദേവ പ്രതിഷ്ഠയുടെ 50ാം വാർഷിക ദിനാചരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. രാവിലെ ഗണപതി ഹോമം, താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകളും കലശാഭിഷേകം, മഹാഗുരുപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. സ്വാമി ദിവ്യാനന്ദഗിരി പ്രഭാഷണം നടത്തി. തുടർന്ന് അന്നദാനവും തിരുവാതിര കളിയും നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം കിഷോർ പള്ളിയാറ അധ്യക്ഷനായി. ചടങ്ങിൽ ഡോക്ടർ ലക്ഷ്മി ലാൽ ചക്കിത്തറ, ഡോക്ടർ അമ്പിളി ദാസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് TV വിഷ്ണു എന്നിവർക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും ഉന്നത വിജയം നേടിയവർക്കും പുരസ്കാരം നൽകി ആദരിച്ചു. കാനാടികാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ഗുരുദേവ ചരിതം എന്ന പുസ്തകം കുട്ടികൾക്ക് നൽകി. ലൈബ്രറിക്കായി 50 പുസ്തകങ്ങളും സംഭാവന നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ, സെക്രട്ടറി CS ശിവരാമൻ, പ്രസിഡന്റ് TK സോമൻ, ട്രഷറർ KV നാരായണൻ, രക്ഷാധികാരികളായ KK രാജൻ, KS രാഘവൻ, വൈസ് പ്രസിഡന്റ് KB പ്രേമൻ, ലൈബ്രറി സെക്രട്ടറി TS പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി KB മണി, KG സുനിൽ, PS സുനിൽ കുമാർ, TP സുധീർ, പൂർണിമ വിക്രമൻ, സുജാത ബാബു, KK വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. രാത്രി കൊണ്ട് ഇവിടെ പണി തീർത്ത ഈ കെട്ടിടത്തിൻ്റെ 50ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ ആഘോഷിക്കുന്നത്. എന്ത് ഒരു സംരംഭം എന്ത് തുടങ്ങിയായാലും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നമ്മളിവിടെ ഇന്ന് ഒരു സാംസ്കാരിക സമ്മേളനവും പുനഃപ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുന്നത്. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ AA മുഹമ്മദ് ഹാജി KS ഷൗക്കത്തലി അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഒരു റിലീഫ് പ്രവർത്തനം എന്നുള്ളത് തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യൻ പ്രതിസന്ധികളിൽ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ ആ പ്രതിസന്ധികളിൽ മനുഷ്യരെ സഹായിക്കാൻ ചെല്ലുക, ആ സഹായിക്കുക, അവന് ആശ്വാസം നൽകുക, അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ പൊതുപ്രവർത്തകന്റെയും ബാധ്യതയാണ്. അത് നിർവഹിക്കാത്തിടത്തോളം ഒരു പൊതുപ്രവർത്തനവും പൂർത്തിയാകില്ല, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം ഞാനൊക്കെ പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PK അഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. RA അബ്ദുൾ മനാഫ്, അഡ്വക്കേറ്റ് MA മുസ്തഫ, AM സനൌഫൽ, PM ഷെരീഫ്, AA ഷെജീർ, അബ്ദുള്ള ഫൈസി, AA അബ്ദുൾ ജബ്ബാർ, ASM അൽത്താഫ് തങ്ങൾ, PM ഖാലിദ്, VM മുഹമ്മദ്, സമാൻ, ഹംസ മന്നലാങ്കുന്ന്, രജനി കൃഷ്ണാനന്ദ്, രേഖ അശോകൻ, താഹിറ സാദിഖ്, PA മുഹമ്മദ് ഹാജി, ഷംസുദ്ദീൻ ഖാസിമി, AC അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് GHSS ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദത്തുഗ്രാമത്തിലെ നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ EP അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ മഞ്ജു KJ, സ്റ്റാഫ് സെക്രട്ടറി MV ഷലീൽ കുമാർ, NSS ലീഡർ ശ്രേയ VS, അധ്യാപകരായ ഷീജ KK, സിന്ധു സെബാസ്റ്റ്യൻ, നീതു, ബിമി ഫ്രാൻസിസ്, വോളണ്ടിയർമാർ എന്നിവർ സംസാരിച്ചു. നമ്മൾ വയനാടിനൊപ്പമാണ് ആഘോഷിക്കേണ്ടത്. നമ്മുടെ സർക്കാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും ഒന്നിച്ചിറങ്ങാണ്. പ്രളയം വന്നപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ഇന്ന് 100 വർഷം മുമ്പ് വന്ന ഒരു പ്രളയമാണ് നമ്മുടെ 2019 നമ്മൾ കണ്ടത്. എന്നിട്ട് നമ്മളുടെ കേരളത്തിന് ഒരു കോട്ടവും പറ്റിയില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾക്ക് എന്തൊക്കെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ റീബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ന് വയനാടിൽ മേപ്പാടിയിൽ നടന്ന ദുരന്തത്തിനെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരുപാട് വീടുകൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, എത്രയോ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരുപാട് വീടുകളൊക്കെ തകർന്നു പോയി. അതൊക്കെ നമുക്ക് പുനർനിർമ്മാണം സർക്കാർ ചെയ്യും. ഇടവേള.
പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ഓണവിപണന മേള ആരംഭിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന CDS ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ നിർവഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ രാജി രഞ്ജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഖിത P രാധാകൃഷ്ണൻ, ഐഷ B ജബ്ബാർ, ശ്രീദേവി മാധവൻ, ദാസൻ KR, KK സന്തോഷ്, റസീന ഖാലിദ്, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഖിലേഷ്, സുരേഷ് ഇയാനി, യൂണിയൻ ബാങ്ക് മാനേജർ പ്രിൻസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മെമ്പർ സെക്രട്ടറി, CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർ, സംരംഭകർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് വടക്കുവശത്താണ് വിപണനമേള ആരംഭിച്ചിട്ടുള്ളത്. 2 ചാലുകളാണ് ഉൾപ്പെടുത്തി ചെയ്യുന്നത്. ചപ്പളത്തോടെ ആവശ്യപ്പെടുന്ന ചാലുകളും ഇപ്പോഴത്തെ കാലത്ത് ചേർത്ത് മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നടത്തുകയുണ്ടായി. കൂടാതെ തന്നെ നമ്മുടെ ഇവിടെയും നാട്ടിക മേഖലയിലും ഞാനല്ല ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ ജനപ്രതിനിധി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സർക്കാരിൻ്റെ തരത്തിലുള്ള നമ്മുടെ പഴയകാല അനുഭവങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ വിപണന എല്ലാ മേഖലയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴുള്ള പ്രത്യേകത നമ്മളെല്ലാം മാനസികമായൊരു വേദന നിലനിൽക്കുന്ന സമയമായിരുന്നു ഈ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായത്. വയനാട് മേഖലയിലുണ്ടായ അപകടകരമായ സാഹചര്യത്തിൽ നമ്മുടെ ഓണം വളരെ ആഘോഷിക്കുന്ന വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. വലപ്പാട് നീതി സ്റ്റോറിന് മുൻവശത്തായാണ് ഓണച്ചന്ത ആരംഭിച്ചിട്ടുള്ളത്. ഓണച്ചന്തയുടെ ഉദ്ഘാടനം EK തോമസ് മാസ്റ്റർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി VR ബാബു, ബാങ്ക് ഡയറക്ടർ CK കുട്ടൻ, സജീവൻ കുന്നുങ്ങൽ, വാർഡ് മെമ്പർ EP അജയഘോഷ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നാട്ടിക 8ാം വാർഡിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു. തൃപ്രയാർ മേൽത്തിരുക്കോവിൽ ക്ഷേത്ര പരിസരത്ത് ബാബു ഏങ്ങണ്ടി, സഹോദരി സിന്ധു സത്യൻ എന്നിവർ ചേർന്നാണ് ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. വാർഡ് മെമ്പർ CS മണികണ്ഠൻ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ശുഭ NV മുഖ്യാതിഥിയായിരുന്നു. ഒരുമ കുടുംബ കൂട്ടായ്മ രക്ഷാധികാരി ഔസേപ്പ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഒരുമ പ്രസിഡന്റ് PK സുരേഷ്, വത്സല ദാസൻ, ബാബു, സിന്ധു സത്യൻ എന്നിവർ പങ്കെടുത്തു. കൊടുത്ത ചെട്ടുമല്ലി തൈകളാണ് ഈ വിരിഞ്ഞു നിൽക്കുന്ന ഇത്. നമ്മളിത് ഗ്രൂപ്പിലിട്ടിട്ടും എല്ലാ വീട്ടിലും ഇതുപോലെ ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ 50 രൂപ 100 രൂപ കൊടുത്ത് ചെറിയൊരു കിറ്റ് പൂ മേടിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവില്ല. തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാ വീട്ടിലും കൃഷിഭവൻ തീർച്ചയായിട്ടും എത്രയും കൊടുക്കാൻ തയ്യാറായിരുന്നു. നമ്മുടെ ആൾക്കാർ പല വാർഡുകളിലും ഇത്രേശ്ശെ മേടിച്ചാണ്. ഇത് ബാബുവിൻ്റെ കുടുംബം തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തത് വലിയൊരു മാതൃകയാണ്. ഇതെല്ലാം അടുത്ത പ്രാവശ്യം ഓണം വരുമ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ
ചെയ്താൽ നമുക്ക് വലിയൊരു ലാഭമാണ്. ഇന്ന് 50 രൂപ 100 കൊടുത്ത് മേടിക്കുന്ന കിറ്റ് നമുക്കത് വേണ്ട, നമുക്കും ഇവിടെ ബന്ധക്കാർക്കും നമ്മുടെ അയൽക്കാർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മണലൂർ നിയോജക മണ്ഡലം MLA മുരളി പെരുന്നല്ലിയുടെ ആസ്തി വികസന ഫണ്ട് 28 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം MLA മുരളി പെരുന്നല്ലി നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് AE വൈശാഖൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിഷ സുരേന്ദ്രൻ, ജിൻസി തോമസ്, പുഷ്പ വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സെൽജി ഷാജു, CR രമേശ്, വാർഡ് മെമ്പർമാരായ രാകേഷ് കണിയാമ്പറമ്പിൽ, ടോണി അത്താണിക്കൽ, ഷോയ് നാരായണൻ, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, കവിത രാമചന്ദ്രൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ഡോക്ടർ കേതുൽ പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഉള്ള സ്ഥലത്ത് പരമാവധി ഇതിൻ്റെ പ്രയോജനം ലഭിക്കാനുള്ള നടപടി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈമറി തലം മുതൽ മെഡിക്കൽ കോളേജ് സംവിധാനം വരെയുള്ള രേഖ പരിശോധിച്ച് നോക്കിയാൽ വളരെ വലിയ മാറ്റങ്ങൾ വരികയാണ്. നമ്മുടെ മണ്ഡലത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ഇതുപോലെയുള്ള എല്ലാ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഫണ്ടുകൾ പലയിടത്തും അനുവദിച്ച് പലർക്കും പണി പൂർത്തീകരിച്ചിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ മരത്തിൻ്റെയും മറ്റ് സാങ്കേതിക തടസ്സങ്ങളുടെ ഭാഗമായിട്ട് കിടക്കുന്ന സ്ഥിതി വിശകലനമാണ്. തൃത്തല്ലൂർ ഭാരതീയ വിദ്യാമന്ദിർ സ്കൂളിലെ ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സമാഹരിച്ച പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഓണക്കിറ്റുകൾ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി വിജി ദാസ് സ്വാഗതം പറഞ്ഞു. വിതരണ ഉദ്ഘാടനം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി നടത്തി. ചടങ്ങിൽ PTA പ്രസിഡന്റ് വിനീത അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ച് വാർഡ് മെമ്പർ മഞ്ജു പ്രേംലാൽ, സ്കൂൾ മാനേജർ അജിത് പ്രസാദ്, PTA വൈസ് പ്രസിഡന്റ് സന്ദീപ്, നമി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. 10 കിറ്റുകൾ ഓണക്കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും അടപ്പ് പുകയട്ടെ, എല്ലാ വീട്ടിലും ദാരിദ്ര്യം ഇല്ലാതിരിക്കട്ടെ, എല്ലാവരുടെയും മനസ്സും വയറും നിറഞ്ഞിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം നമുക്ക്. അപ്പോൾ ഈ 64 പേരിൽ നമ്മൾ കുറേ ആളുകൾക്ക് ജീവിക്കാനുള്ള, അവർക്ക് എന്തെങ്കിലും ഓരോ സംരംഭങ്ങൾ ഇട്ടുകൊടുത്ത് ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടായാൽ അവർക്ക് അതിലൂടെ ജീവിച്ചു പോകാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് ആളുകൾക്ക് നമുക്ക് ഗവൺമെൻറ് സർക്കുലർ പ്രകാരം നമ്മൾ കുറച്ച് വിദ്യാലയങ്ങളിൽ നമ്മൾ അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി കൊണ്ട് കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് 100ഓളം നിർധന വീടുകളിലേക്ക് അരി ഉൾപ്പെടെ 10 ഐറ്റം അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. പുന്നപ്പിള്ളി മനയിൽ നടന്ന ചടങ്ങ് മണപ്പുറം സമീക്ഷ വൈസ് പ്രസിഡന്റ് MB സജീവ് കിറ്റ് വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കൾച്ചറൽ ഫോറം കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, TM അശോകൻ, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ജഗദീഷ് രാജ് വാളമുക്ക്, ഷംസുദ്ദീൻ, രവി, വിനായകൻ എന്നിവർ നേതൃത്വം നൽകി. മാതൃകയായി മാറട്ടെ ഈ മക്കളെന്ന് ആശംസിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രീധരീയം കണ്ണാശുപത്രിയും നെഹ്റു സ്റ്റഡി സെൻറ്ററും സറാഫി കോൺവെൻറ്റും കൂടി അവിടെ കണ്ണ് ആയുർവേദ ഡോക്ടർമാരൊക്കെ വന്ന ഒരു സൗജന്യമായ കണ്ണ് ചെക്കപ്പും ഒരു ക്യാമ്പൊക്കെ നടത്തി. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷി, അതുപോലെ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ, അതുപോലെ സാധാരണ നമ്മുടെ ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷനായി. 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ 4 ദിവസങ്ങളിലാണ് ഓണച്ചന്ത നടക്കുന്നത്. ഹോർട്ടികോർപ്പിന്റെ കർഷകരിൽ നിന്നും സംഭരിച്ചിട്ടുള്ള പച്ചക്കറികളും തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കർഷകരുടെ ജൈവ പച്ചക്കറികളും നേന്ത്രക്കായ കുലകളും കർഷക ചന്തയിൽ ലഭ്യമാണ്.
കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 10% വില അധികം കൊടുത്ത് പച്ചക്കറികൾ സംഭരിക്കുകയും 30% വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയുമാണ് കർഷക ചന്ത വഴി ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് പി.കെ. അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M.K. ബാബു, ബ്ലോക്ക് മെമ്പർ ബഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർമാരായ K.S. അനിൽകുമാർ, K.K. സൈനുദ്ദീൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി, ജൂനിയർ സൂപ്രണ്ട് തങ്ക, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, വൈസ് ചെയർപേഴ്സൺ ലൈല ഉദയൻ എന്നിവർ സംസാരിച്ചു. സ്വരൂപിച്ചുകൊണ്ട് വയനാടിന് കൈമാറുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ഓണാഘോഷം നടത്താൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ എന്നാൽ വീണ്ടും ജനങ്ങൾ ഓണാഘോഷ പരിപാടിയുടെ ആ ഒരു ഊർജ്ജസ്വലതയിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഈ കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും മേളയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വനിതകളുടെ കൂട്ടായ്മയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മളിവിടെ. കിഴപ്പുള്ളിക്കര പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന തീയത്തുപറമ്പിൽ വിശ്വംഭരൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭാര്യ ശോഭന, മക്കൾ നാട്ടിക കൃഷിഭവൻ ജീവനക്കാരൻ ദിബു, ദിവ്യ, മരുമകൻ ഗിരീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കൽ കുറുമ്പിലാവ് ക്ഷേത്രത്തിൽ മോഷണം. നാട്ടിക ബീച്ച് നവീകരണം വേഗത്തിലാക്കുമെന്ന് CC മുകുന്ദൻ MLA. അന്തിക്കാട് ആശുപത്രി റോഡിലെ കുഴിയിൽ വീണ് ഉമ്മയ്ക്കും മകൾക്കും പരിക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.